ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിടണം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവയിട്ട് കൊടുക്കണം. അപ്പം കടുക് അങ്ങോട്ട് പൊട്ടട്ടെ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ക്രിയേറ്റ് ഹാപ്പിനെസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കടുക് ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഉലുവയിട്ട് കൊടുക്കാം. ഒരു 15 to 20 ഉലുവയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവ പൊട്ടി വരുന്നുണ്ട്. അപ്പം മീൻകറി എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതാണ് ടേസ്റ്റ്. അപ്പം ഈ ഒരു റെസിപ്പി എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7-8 വെളുത്തുള്ളി രണ്ടായി കീറിയിട്ടേക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിലരിഞ്ഞ ഒരു അരമുറി ഇഞ്ചി കുഞ്ഞിതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു ഇത്രയും കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള, അരമുറി സവോള കുഞ്ഞിതായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ ഒത്തിരി സവോള ഇടത്തില്ല കോട്ടയം സ്റ്റൈൽ മീൻ കറിയിൽ. അപ്പം അരമുറി സവോള കുഞ്ഞിതായിട്ട് അരിഞ്ഞതാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് സവോളയാകും. അതിനു മുമ്പ് നമ്മുടെ കരിവേപ്പില, മീൻകറിക്ക് എപ്പോഴും ഫേവറേറ്റ് കരിവേപ്പിലയാണ്. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ മലയാളീസിന് എപ്പോഴും കരിവേപ്പില ഇല്ലാത്തൊരു സംഭവമേ ഇല്ല. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആവട്ടെ. അപ്പോൾ ഏകദേശം നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ ആയി. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നു. നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി മൂപ്പിക്കേണ്ട, പൊടി കരിഞ്ഞു പോകും. അപ്പം ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളമല്ല, നമ്മൾ പുളി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 പുളി ഞാൻ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കുടംപുളിയാട്ടോ. അപ്പോൾ ആ പുളിയും പുളിയുടെ വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ല മണം വരും. ഈ പുളിയും മുളകും ഒക്കെ ആയിട്ട് നല്ലൊരു. അപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. ഇത് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് പുളിയുടെയൊക്കെ. അപ്പോഴത്തേക്ക് ഞാൻ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം എന്ത് മീനാണെന്ന് ചോദിച്ചാൽ ചൂരമീനാണ് കേട്ടോ. അപ്പം ചൂരമീൻ്റെ തലയും കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ മീൻ കഷ്ണങ്ങളെ വെള്ളം ചൂടായതിന് ശേഷം ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് അപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് എത്ര ആവശ്യമാണ് വെള്ളം വേണ്ടത്, അല്ലെങ്കിൽ ചാറ് നമുക്ക് വേണ്ടത്. കുറേ പേർക്കൊക്കെ ചാറ് ഒത്തിരി വേണ്ട. അപ്പം നമ്മുടെ അനുസരണത്തിന് വേണം വെള്ളം ഒഴിക്കാൻ. നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. തലയും കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇട്ട് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഒരു അടപ്പെടുത്ത് മൂടി വെക്കാം. തിള വരട്ടെ. നോക്കുമ്പോൾ ഒരു തിള വന്നു, കുഞ്ഞു കുഞ്ഞു തിള വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മീൻ പെട്ടെന്ന് വേകും. പീസ് മീനായതുകൊണ്ട് പെട്ടെന്ന് വേകും. കണ്ടില്ലേ, നന്നായിട്ട് തിള വന്നു. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തെളിഞ്ഞു വന്നു. ഇതാണ് മീൻ കറി. ഇതാണ് കോട്ടയം സ്റ്റൈലിലെ മീൻ കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.